അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അൽഗോരിതം അനാലിസിസ് എന്നുള്ളതിൽ ആദ്യത്തെ ഒരു അൽഗോരിതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള രണ്ട് സെർച്ചിങ് മെത്തേഡ്സ്, ലീനിയർ ആൻഡ് ബൈനറി സെർച്ച്. ഓക്കെ, അപ്പോൾ അതിൽ ആ രണ്ട് സെർച്ച് മെത്തേഡുകളുടെ അൽഗോരിതം നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പാരിസൺ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിന് മുമ്പെയാണ്, ഏറ്റവും ആദ്യമാണ് നമ്മൾ ചെയ്യുക. അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്താൽ ഉടനെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അൽഗോരിതം അനാലിസിസ് എന്നുള്ളത്. വീട് പണിയുന്നതിന് മുമ്പ് പല പ്ലാനുകളും നമ്മൾ വരച്ച് അല്ലെങ്കിൽ പല പ്ലാനുകളും നമ്മൾ കണ്ടിട്ട് അതിലത്തെ ഏതാണ് നമുക്ക് ആപ്റ്റ് ആവുന്നതെങ്കിൽ നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, പല പല കേസുകളും ഉണ്ടാവാം. വീടുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല ഒന്നും ചിന്തിക്കാനേ ഇല്ല, ഒരു പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു സ്ഥലത്ത് ചെയ്യാം. കുറച്ച് പ്രശ്നങ്ങളുള്ളൊരു സ്ഥലത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ ഏതൊക്കെ ഡിസൈനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യത്യാസം വരാം. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ഒരു അൽഗോരിതം എടുക്കുമ്പോൾ അത് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ബാങ്കിലാണെങ്കിലും വേറെ ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ മാക്സിമം പ്രശ്നങ്ങൾ വരുന്നത് പോലെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അൽഗോരിതം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും വർക്ക് ചെയ്യും. നമ്മളെപ്പോഴും ബെസ്റ്റ് കേസ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ മാത്രമേ സംഭവിക്കുള്ളൂ, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും സമയത്ത് ചില റെയറായിട്ടാവും വരുന്നുണ്ടായിരിക്കുക, എങ്കിൽ കൂടി റെയറായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ നമ്മുടെ അൽഗോരിതം അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ ഹോൾ സിസ്റ്റം ഫെയിലിയർ ആയി പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫൈം തന്നെയാണ് നമുക്ക് ചെയ്ത പേരാണ്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രൊജക്റ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഏറ്റവും മാക്സിമം പ്രശ്നം വരാവുന്ന കണ്ടീഷൻസ് നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. ആ കണ്ടീഷൻസിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നിൽക്കുമെങ്കിൽ, നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ അത് നമ്മുടെ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലാണ്ട് നമുക്ക് മാക്സിമം 99% കുഴപ്പമില്ലാത്ത ഈ ഒരു കേസാണ് വരിക. എപ്പോഴെങ്കിലും ആ 1%-ലൊരു പ്രശ്നമുള്ള കേസ് വരും. അപ്പോൾ അതിനു വേണ്ടി മാത്രം നമ്മൾ ഇത്ര റിസ്ക് എടുക്കണോ എന്ന് ചോദിച്ചാൽ റിസ്ക് എടുക്കണം. കാരണം ഇപ്പോൾ നമുക്ക് അതങ്ങനെയാണ്, ചെറിയ ഒരു തെറ്റ് പോലും വലിയ ഒരു വീഴ്ചയിലേക്ക് എത്തുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കരുത്. നമ്മൾ പോസിബിളായിട്ടുള്ള എല്ലാ സൈഡും ആലോചിച്ച് എല്ലാ സൈഡിനെയും അഡ്രസ്സ് ചെയ്യുന്ന, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോഴേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേസ്റ്റ് കേസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് വേസ്റ്റ് കേസ്. അപ്പോൾ വേസ്റ്റ് കേസിൽ നമ്മുടെ അൽഗോരിതം ഏതാണ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോർമലി എപ്പോഴും ചൂസ് ചെയ്യുക. വേറെ രണ്ട് കേസുകൾ പറഞ്ഞത് ബെസ്റ്റ് കേസും ആവറേജ് കേസുമാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലീനിയർ സെർച്ചിൻ്റെയും ബൈനറി സെർച്ചിൻ്റെയും പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലീനിയർ സെർച്ചിലാണെങ്കിൽ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ എലമെൻറ്റിനെ സെർച്ച് ചെയ്യുന്നതാണ് ബെസ്റ്റ് കേസ്. ഓക്കെ, ബൈനറി സെർച്ചിലാണെങ്കിൽ മിഡിൽ എലമെൻറ്റിനെ സെർച്ച് ചെയ്യുന്നതാണ് ബെസ്റ്റ് കേസ്. കാരണം ആദ്യത്തെ കമ്പാരിസണിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ബെസ്റ്റ് കേസിൽ വർക്ക് ചെയ്യുന്നത് ഇന്നതാണ്, ഇന്നൊരു സൊല്യൂഷനാണ്, അപ്പോൾ ഈ സൊല്യൂഷൻ നമുക്ക് എടുക്കാം എന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബെസ്റ്റ് കേസല്ല വരാം, ആവറേജ് കേസും ബെസ്റ്റ് കേസൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ അൽഗോരിതം മട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇടവരുത്താതെ നമ്മൾ ആവറേജ് കേസ്, ഓക്കെ, മാക്സിമം നമുക്ക് വേസ്റ്റ് കേസ് നോക്കണം. എപ്പോഴും നമ്മൾ ബെസ്റ്റ് കേസിൽ നമുക്ക് അൽഗോരിതം ചൂസ് ചെയ്യേണ്ടത് വളരെ കമ്മിയായിരിക്കും, കാരണം അങ്ങനെ ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത കമ്മിയാണ്. പിന്നെ ആവറേജ് കേസ് നമുക്ക് വേണമെങ്കിലാവാം, ഏറ്റവും നല്ലത് വേസ്റ്റ് കേസിൽ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം വരാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ച് അതിനെ നമ്മുടെ അൽഗോരിതം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അതിൽ നമ്മുടെ അൽഗോരിതം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഈസ് ബിഗ് ഓം ഓഫ് എൻ. ഓക്കെ, ഇതിന് ബിഗ് ഒ, വലിയൊരു ഒ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ഒ എന്നാണ് പറയുക, ബിഗ് OH എന്നാണ് കേട്ടോ, ബിഗ് OH, BIGOH, ബിഗ് ഓഫ് എൻ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ കേസിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്. ഓക്കെ, ഇത് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഒരു അറേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ 32 എലമെൻറ്റ്സ് ഉള്ളൊരു അറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ n എന്ന് പറയുന്നത് അറേയുടെ സൈസ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി അറേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, വേസ്റ്റ് കേസ് എന്ന് നമുക്കറിയാം, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കണ്ടുപിടിക്കുന്നത്, ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നടുവിലുള്ള ഏതെങ്കിലും കണ്ടുപിടിക്കുന്നതായിരിക്കും. അതേപോലെ വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ എലമെൻറ്റ് തേടുന്നതായിരിക്കും. ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലത്തെ എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് കേസ് പറഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റും വേസ്റ്റ് കേസ് പറഞ്ഞാൽ അവസാനത്തെയോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന കേസുകളെയാണ് വേസ്റ്റ് കേസ് എന്ന് പറയുക.
ഓക്കെ, ആവറേജ് കേസ് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ആവറേജ് കേസ് എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ 32 അല്ലെങ്കിൽ 32nd പൊസിഷനിലാണ് നമുക്ക്, അതായത് 31 എന്നുള്ള ഇൻഡെക്സിലാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ഉള്ളതെങ്കിൽ നമ്മുടെ ലീനിയർ സെർച്ച് സോർട്ടഡ് ഓർഡറിലാണെങ്കിൽ അടക്കം ആദ്യത്തെ എലമെൻറ്റ് മുതൽ ഓരോന്നായിട്ട് സെർച്ച് ചെയ്തിട്ടാണ് അവസാനത്തെ എലമെൻറ്റിലാണ് നമുക്ക് വേണ്ടത്, അവസാനത്തെ പൊസിഷനിലാണ് നമുക്ക് വേണ്ട എലമെൻറ്റ് കിടക്കുന്നതെന്ന് ആൻസർ തരാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് 32 കമ്പാരിസൺസ് അല്ലേ, ആ ലൂപ്പ് വൈൽ ലൂപ്പ് 32 പ്രാവശ്യം വർക്ക് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് 32ാമത്തെ പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് വേണ്ട എലമെൻ്റ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, 32 അല്ല, നമ്മുടെ അറയുടെ സൈസ് 40 വിചാരിക്കുക. അപ്പോൾ അറയുടെ സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ n എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ n നേരത്തെ കേസിൽ 32 ആയിരുന്നു. നമ്മൾ അറയെ കുറച്ചും കൂടി വലിയ അറേ ഉണ്ടാക്കുകയാണ്, 50 എലമെൻ്റുള്ള എലമെൻറ്റ്സ് വയ്ക്കാൻ പറ്റുന്നൊരു അറേ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 50 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. 50ാമത്തെ എലമെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ പറഞ്ഞതുപോലെ സെർച്ചുകളുടെ എണ്ണം കൂടി അല്ലേ. അതായത് നമ്മൾ 32 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 32 ഇറ്ററേഷൻസ് ആ വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് 32 പ്രാവശ്യമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 32 സ്റ്റെപ്പ് കടന്നിട്ടാണ് 31 സ്റ്റെപ്പ് കടന്ന് 32ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ ആറുടെ സൈസ് കൂട്ടിയാലോ, 50 ആക്കിയാലോ, 40 50 ഒക്കെ ആക്കി കഴിഞ്ഞാൽ ആ എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ വേഴ്സ്റ്റ് കേസാണ് പറയുന്നത്. വേഴ്സ്റ്റ് കേസാണ് എപ്പോഴും ലീനിയർ സെർച്ചിൽ ലാസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇല്ലാത്തൊരു എലമെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇല്ലാത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സോർട്ടഡ് ഓർഡറിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ലാസ്റ്റ് എലമെൻ്റ് ഒന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, വേഴ്സ്റ്റ് കേസ്. ഓക്കെ, സക്സസ് ആവുമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ ലാസ്റ്റ് എലമെൻറ്റിനെക്കാട്ടിലും, ഇപ്പോൾ സോർട്ടഡ് ഓർഡറിലാണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റിനെക്കാട്ടിലും വലിയ എലമെൻറ്റിനെ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ആ കേസുകളാണ് വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 40 50 എന്നൊക്കെ ആക്കി നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്പർ ഓഫ് സെർച്ചസ്, നമ്പർ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് കൂടും. 40ാമത്തെ എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യണമെങ്കിൽ 40 കമ്പാരിസൺസ് നടത്തണം, 4 പ്രാവശ്യം ലൂപ്പ് ഒന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ 50ാമത്തെ എലമെൻ്റ് ആണെങ്കിൽ 50 പ്രാവശ്യം വർക്ക് ചെയ്യണം. അപ്പോൾ എലമെൻറ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പാരലലി അല്ലെങ്കിൽ പ്രോഗ്രസീവ്ലി ഇതും കൂടുകയാണ്. ഓക്കെ, നമ്മുടെ ലീനിയർ സെർച്ചിൽ നമ്പർ ഓഫ് സെർച്ചസ് വേഴ്സ്റ്റ് കേസിൽ കൂടുകയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത് അത്രയായിരിക്കും നമ്മുടെ ലീനിയർ സെർച്ച് വേഴ്സ്റ്റ് കേസിൽ എടുക്കുന്ന നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വേഴ്സ്റ്റ് കേസ് പറഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലാസ്റ്റ് എലമെൻറ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും സ്റ്റെപ്പിലൂടെ കടന്നു പോകണം ലീനിയർ സെർച്ച്. അതുകൊണ്ടാണ് ബിഗ് ഓഫ് എൻ. ബിഗ് എന്നുള്ളത് വേഴ്സ്റ്റ് കേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് മാത്രമാണ്. നമുക്കറിയാം ഏതെന്നിനും നമ്മൾ യൂണിറ്റ് വേണം അല്ലേ. ദൂരത്തിനാണെങ്കിൽ നമ്മൾ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ, ഗ്രാം, കിലോഗ്രാം എന്നൊക്കെ വെയിറ്റ് എന്ന് പറയുന്നത് പോലെ ഇതിനൊരു യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ വേഴ്സ്റ്റ് കേസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബിഗ് ഒ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും പഠിക്കാനില്ല. എഞ്ചിനീയറിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് ബെസ്റ്റ് കേസിന് ഉള്ളതും അതുപോലെ ആവറേജ് കേസിനുള്ളതൊക്കെ പഠിക്കും. ഓക്കെ, ബിഗ് ഒ, ലിറ്റിൽ ഒ, അതുപോലെ ഒമേഗ എന്നൊക്കെ പറയുന്ന നൊട്ടേഷൻസാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ബിഗ് ഒമേഗ, ബിഗ് തീറ്റ എന്നൊക്കെ പറയുന്ന നൊട്ടേഷൻസ് ഉണ്ട്. ഓക്കെ, തീറ്റയുണ്ട്, ഒമേഗയുണ്ട്, അതുപോലെ ഓയും ഉണ്ട്. അതാണ് 3 ഉള്ളത്. അതിൻ്റെ തന്നെ ബിഗും ലിറ്റിലും വേർഷൻസാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിന് വരും. അപ്പോൾ നമ്മൾ തൽക്കാലം വേഴ്സ്റ്റ് കേസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ വേഴ്സ്റ്റ് കേസിൽ എപ്പോഴും ബിഗ് ഒ എന്നുള്ള നൊട്ടേഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, ബിഗ് ഒ. പിന്നെ എഴുതുന്നത് എത്ര സ്റ്റെപ്പിലൂടെയാണ് അത് വേഴ്സ്റ്റ് കേസിൽ നമുക്ക് ആൻസർ തരുന്നത്, ആ അൽഗോരിതം എന്നുള്ളതാണ്. അപ്പോൾ ലീനിയർ സെർച്ചിലാണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കുന്നതാണ് വേഴ്സ്റ്റ് കേസ്. ലാസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത്രയും പൊസിഷൻ, ഓക്കെ, ആ എലമെൻറ്റ് എത്രാമത്തെ പൊസിഷനാണോ അത്രയും പൊസിഷൻ നമുക്ക് കടന്നു പോകണം. അതായത് അത്രയും കമ്പാരിസൺസ് നടത്തണം. അതായത് അത്രയും പ്രാവശ്യം നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യണം. ഓക്കെ, നമ്മളെപ്പോഴും അൽഗോരിതത്തിൽ അനലൈസ് ചെയ്യുന്ന, അൽഗോരിതത്തിൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഗ്രാമല്ല. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലിട്ടിട്ട് അത് എത്ര സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ എത്ര മില്ലി സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ എത്ര മൈക്രോ സെക്കൻഡ്, എത്ര നാനോ സെക്കൻഡ് അല്ലെങ്കിൽ താഴേക്ക് പോവുകയാണെങ്കിൽ അത്രയും സെക്കൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്നതൊന്നും നമുക്ക് നോക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് വീട് പണിത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ തീരുമാനിച്ചിട്ടാണ് വീട് പണിയുക. ആ പറയുന്നത് പോലെ അൽഗോരിതം നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്താലേ അതിനെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരിക്കലും അങ്ങനത്തെ എക്സാക്റ്റ് ടൈം അല്ല നോക്കുന്നത്. നമ്മളൊരു അൽഗോരിതം അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്ര സെക്കൻഡുകൾ കിട്ടിയെന്നല്ല, ടൈം കോംപ്ലക്സിറ്റി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കൂടി അത് ഈ പറയുന്നത് പോലെ ടൈം സെക്കൻഡിലോ അല്ലെങ്കിൽ മില്ലി സെക്കൻഡിലോ മൈക്രോ സെക്കൻഡിലോ നാനോ സെക്കൻഡിലോ ഒന്നല്ല. ഓക്കെ, അത് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് കീ സ്റ്റെപ്സ്, കീ സ്റ്റെപ്സ്, പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ, ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്റ്റെപ്പുകൾ. അത് നമ്മൾ എപ്പോഴും നോക്കുകയാണെങ്കിൽ ലൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ് അല്ലേ. ഇപ്പോൾ ഏതാണെങ്കിലും ഒരു ഡിക്ലറേഷൻ ആണെങ്കിൽ അതിനൊരു കോൺസ്റ്റൻറ്റ് ടൈമേ വേണ്ടൂ. അതുകൊണ്ട് പ്രിൻ്റ് ഓഫ് ആണെങ്കിലും സ്കാൻ ഓഫ് ആണെങ്കിലും ഒക്കെ അതിന് കോൺസ്റ്റൻറ്റ് ടൈമാണ്.
അതൊരു ലൂപ്പിനുള്ളിൽ വരുമ്പോഴാണ്, ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ ലൂപ്പിനുള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ആ ലൂപ്പിൻ്റെ എണ്ണം അനുസരിച്ച്, അല്ലെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, റൺ ടൈമിലാണ് നമുക്ക് ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ എന്നറിയുള്ളൂ. ചിലത് നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ അറിയാം. ചിലത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലീനിയർ സെർച്ചിൻ്റെ ആദ്യത്തെ അൽഗോരിതം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതെപ്പോഴാണ് സക്സസ് ആവുക, അപ്പോൾ നമ്മളതൊന്ന് പുറത്തേക്ക് വരും. സക്സസ് അല്ലാത്തടത്തോളം കാലം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ റൺ ടൈമിൽ മാത്രമേ നമുക്കതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞു പോകുന്നത് ആ രീതിയിൽ സെക്കൻഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡോ മൈക്രോ സെക്കൻഡിലോ നാനോ സെക്കൻഡിലോ ഒന്നുമല്ല അൽഗോരിതത്തിൻ്റെ ടൈം പറയുന്നത്. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് കീ സ്റ്റെപ്സ് എത്രയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്പുകളുടെ കൗണ്ടാണ്. ഓക്കെ, അതിൽ നമ്മുടെ അൽഗോരിതം എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, ആ ടൈമും അഗെയിൻ സെക്കൻഡിലും ഇതൊന്നുമല്ല, എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുന്നുള്ളതാണ്. നമ്പർ ഓഫ് കീ സ്റ്റെപ്സ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി നമ്മളൊരു അൽഗോരിതം കമ്പയർ ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയും. ടൈം കോംപ്ലക്സിറ്റി പറയും, സ്പേസ് കോംപ്ലക്സിറ്റി പറയും. നമ്മളിപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടില്ല, ടൈം കോംപ്ലക്സിറ്റിയെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം കോംപ്ലക്സിറ്റിയിൽ വരുന്ന കാര്യമാണത്. നമുക്ക് ബെസ്റ്റ് കേസ് ഉണ്ട്, ആവറേജ് കേസ് ഉണ്ട്, വേഴ്സ്റ്റ് കേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വേഴ്സ്റ്റ് കേസ് മാത്രമാണ്. വേഴ്സ്റ്റ് കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഒ നൊട്ടേഷനാണ്. ബിഗ് ഒ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ബിഗ് ഓഫ്. പിന്നെ നമ്മൾ പറയുന്നത് അതിൻ്റെ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലോ മില്ലി സെക്കൻഡിലോ ഒന്നല്ല, എന്തിനാണ്, നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഓക്കെ, അത് നമ്പർ ഓഫ് ടൈംസ് കീ സ്റ്റെപ്സ് ആർ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ടഡ്, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെഷർ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പോൾ ബിഗ് ഓഫ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ വേഴ്സ്റ്റ് കേസിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണോ അത്രയും പ്രാവശ്യമാണ് ആ കീ സ്റ്റെപ്പുകൾ, ആ ലൂപ്പ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബിഗ് ഓഫ് ആണ് നമ്മുടെ ലീനിയർ സെർച്ചിൻ്റെ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടൈം കോംപ്ലക്സിറ്റിയിലാണ് എത്തിക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വേഴ്സ്റ്റ് കേസ് മാത്രമാണ്, ബിഗ് ഒ നൊട്ടേഷൻ മാത്രമാണ്. ബിഗ് ഒ എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കപ്പെടേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ അറിയൽ ലീനിയർ സെർച്ച് ആണെങ്കിൽ അത് സോർട്ടർ ഓർഡർ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ലാസ്റ്റ് എലമെൻറ്റിനെ സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ചിലവാകും. അപ്പോൾ അത് എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്രയാണ് സമയം നമ്മൾ നോക്കുമ്പോൾ ബിഗ് ഓഫ് ആണ് അതിൻ്റെ മെഷർ. അപ്പോൾ ഈ പറഞ്ഞ് മനസ്സിലായാലോ, എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും കൂടും. ഇപ്പം 32ാമത്തെ എലമെൻറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ 32ആണ് നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ്. 40ാമത്തെ എലമെൻ്റ് ആണെങ്കിൽ 40 ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ്. 50ാമത്തെ എലമെൻ്റ് ആണെങ്കിൽ 50 ആയിരിക്കും നമ്പർ ഓഫ് സ്റ്റെപ്സ്. കാരണം ആദ്യം 0 മുതൽ ഇപ്പോൾ 32 ആണെങ്കിൽ 31 വരെ നമ്മൾ സെർച്ച് ചെയ്യണം, 32 സെർച്ചുകൾ ചെയ്യണം. 40 ആണെങ്കിൽ 1 മുതൽ 39 വരെ 40 കമ്പാരിസൺസ് നടത്തണം. ഓക്കെ, അതുപോലെ 50 ആണെങ്കിൽ ഉള്ളതെങ്കിൽ 1 to 49 അത്രയും കമ്പാരിസൺസ് നടത്തിയാൽ മാത്രമേ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 50 കമ്പാരിസൺസ് നമുക്ക് നടത്തണം, അതല്ലാണ്ട് നമുക്ക് നിർത്തിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആരുടെ, ലീനിയർ സെർച്ചിൻ്റെ ബിഗ് ഓഫ് ആണ്. ഓക്കെ, ഇനി ബൈനറി സെർച്ചിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഗീക്ക് ഫോർ ഗീക്ക് നമ്മൾ കാണാം. ഗീക്സ് ഫോർ ഗീക്സ് എന്നുള്ള ഒരു സൈറ്റിലാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ലീനിയർ സെർച്ച് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചാടും. ഓക്കെ, ബൈനറി സെർച്ച് ആണെങ്കിൽ നേരെ നടുവിലേക്ക് ചാടി പിന്നെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എവിടേക്കോ പോകേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും 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 മിഡിൽ കണ്ടുപിടിച്ച് ചാടും. ഓക്കെ, നമ്മുടെ ബൈനറി സെർച്ചിൻ്റെ അടുത്തതിലാണ്.